അതിനൊന്നും വേണ്ടിയല്ല അച്ഛനത് പറയുന്നത്. മോള് നന്നായിട്ട് ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാ. നിന്റെ കുടുംബം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ അച്ഛന് ആഗ്രഹമുള്ളതുകൊണ്ട്. ഒരു വാക്കിന് ചിലപ്പോ ഒരു ജീവന്റെ വിലയുണ്ടാവും. അത് ചിലപ്പോ കേൾക്കുന്നവന്റെ ജീവനായിരിക്കണമെന്നില്ല, പറയുന്നവന്റെ ജീവനും തിരിച്ചടിയാവാം. അത് മാത്രം എന്റെ മക്കളൊന്ന് ഓർത്താ മതി കേട്ടോ. ഇതുവരെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? അതെ, മുഴുവൻ സമയം അടുക്കളയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നിന്നാലേ പുറത്തുള്ള ജോലിക്ക് ആര് ചെയ്യും? ഇതിപ്പോ കഴിയും. ഈ വെള്ളം തിളച്ച ജഗിലൊഴിച്ചു വെക്കാം. പിന്നെ അടുക്കള ക്ലീൻ ചെയ്യണം, അത്രേ ഉള്ളൂ. വെള്ളമൊക്കെ അവിടെ ഇരുന്നങ്ങ് തിളച്ചോളും. ആ പിന്നെ ഞാൻ 4-5 പഴയ സാരികളെടുത്ത് ഉമ്മർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല വിലയുള്ള സാരികളാ. അല്പം സോപ്പ് പൊടി ഇട്ട് വെള്ളത്തിൽ അതൊന്ന് മുക്കി വെക്കണം. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കൈ കൊണ്ട് അത് കഴുകണം. ദേ, ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ആ, വെള്ളം തിളയ്ക്കുന്നത് നോക്കൂലല്ലേ? ഓ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. താൻ പോയി ഞാൻ പറഞ്ഞ ജോലി ചെയ്യേ. ചെല്ല് ചെല്ല്. എന്റെ മക്കൾ എന്തെടുക്കുവാ? വരയ്ക്കാണോ? ഇതെന്താ? അതെ, മക്കൾക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. മുത്തശ്ശൻ തിരിച്ചു വന്നില്ലേ? മുത്തശ്ശൻ ഇനി ഒരു അസുഖം വരാതിരിക്കാൻ എന്റെ മക്കളും കൂടെ പ്രാർത്ഥിച്ചാ മതി കേട്ടോ. പിന്നെ ഈ 2 വല്യമ്മമാരും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. വരച്ചു മോള് വരയ്ക്ക് വരയ്ക്ക്. അനു, വിനയൻ ഇവരെ പിടിച്ചോണ്ട് പോയ കാര്യം അച്ഛൻ അറിഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഭാനുമ്മ ഒന്ന് സൂചിപ്പിച്ചു. പിന്നെ വിനയന്റെ അമ്മയും അമ്മാവനും ഇവിടെ അച്ഛനെ കാണാൻ വന്നിരുന്നല്ലോ. അപ്പോഴേ ഇതേക്കുറിച്ചൊരു സംസാരം ഉണ്ടായി. മാഷ് അറിയാതിരിക്കുന്ന എന്തിനാ? അദ്ദേഹം എല്ലാം അറിയണം.